ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ കിടിലൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥകളിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതി ആര്യനോട് സംസാരിക്കുകയാണ്. നീ അമ്മ എത്ര ഒക്കെ പറഞ്ഞിട്ടും നിന്നെ തെറ്റുകാരനാക്കിയിട്ടും അലോക് നിന്നെ തെറ്റുകാരനാക്കിയിട്ടും കള്ളനാക്കിയിട്ട് പോലും നീ എന്നെ ഒറ്റിക്കൊടുത്തില്ല. എപ്പോഴെങ്കിലും നിൻ്റെ മനസ്സിൽ നിനക്കെല്ലാം തുറന്ന് പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് പറയണം. നീ അല്ലാതെ എന്നെ ചിന്തിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ വെറുതെ അല്ല പറയുന്നത്, എല്ലാം ആലോചിച്ച് ഉറപ്പിച്ച് തന്നെയാണ്. മോന് വേണമെങ്കിൽ അമ്മയുടെ കാര്യങ്ങളെല്ലാം തുറന്ന് എല്ലാവരോടും വെട്ടി തുറന്ന് പറയാം. ഏത് സാഹചര്യത്തിലായാണ് നിനക്ക് മിത്രയെ കല്യാണം കഴിക്കേണ്ടി വന്നതെന്ന് നീ തുറന്ന് പറഞ്ഞ മോനെ, കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഇല്ലാമേ, ഒരു സാഹചര്യത്തിലും ഞാനത് പറയില്ല. ഒരു സാഹചര്യത്തിലും മാത്രമല്ല, അമ്മയും ആരോടും ഇതൊന്നും തുറന്നു പറയാൻ നിൽക്കരുത്. അമ്മ, ഞാനൊരു കള്ളനും കുറ്റവാളിയും വഞ്ചകനും ഒക്കെ ആയി, അങ്ങനെ തന്നെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കട്ടെ. എനിക്കതിലൊരു വിഷമവുമില്ല. പക്ഷേ അമ്മ ആരോടും ഒന്നും പറയാൻ പാടില്ല. അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അമ്മ തളരുകയും ചെയ്യരുത്. അമ്മയോട് അപേക്ഷിക്കുകയാണ്, അമ്മ ആരോടൊന്നും പറയരുത് എന്ന് ആര്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, മോനെ, നിൻ്റെ ജീവിതം ഈ രീതിയിൽ നിൻ്റെ അമ്മ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല അമ്മേ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്തതല്ലേ. അങ്ങനെ ഒരു കുഴപ്പം സംഭവിച്ചാൽ അത് ഞാൻ കാരണം സംഭവിച്ചതായിട്ട് മാത്രമേ ഞാൻ കാണുള്ളൂ. മോനെ, മിത്ര എന്തെങ്കിലും നിന്നോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഇല്ല, എനിക്കൊന്നും അവളോട് സംസാരിക്കാനില്ല. മോനെ, അങ്ങനെ പറയരുത്. ഇന്നു മുതൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. താലി കെട്ടിയോണ്ട് മാത്രം ഭാര്യയും ഭർത്താവും ആവോ എന്ന് ആര്യൻ്റെ ചോദ്യം കേട്ട് ഗോമതി ഞെട്ടുക കേട്ടോ. മോനെ, എന്തൊക്കെയാണ് നീ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും, അമ്മേ, എനിക്കിതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അമ്മ കൂടുതലായിട്ട് എന്നോടൊന്നും ചോദിക്കുകയും ചെയ്യരുത്. ആര്യൻ അവിടുന്ന് പോവാണ്. ഗോമതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ബാലനാണെങ്കിൽ എത്ര നിയന്ത്രിച്ചിട്ടും പറ്റുന്നില്ല. ഓരോ മക്കളും തന്നോട് കാണിക്കുന്നതൊക്കെ, അത് മീനാക്ഷിനെ ആകാശ് കെട്ടിക്കൊണ്ട് വന്നതും അതുപോലെ തന്നെ ആര്യൻ മിത്രയെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങുന്നതും ഒക്കെ ഉണ്ടല്ലോ. ഇവനൊരു ഇങ്ങനെ കാണുകയാണ്, മനക്കണ്ണിലിങ്ങനെ കാണുകയാണ്. കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ കണ്ണൊക്കെ ചുവന്നിങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ബാലൻ നിൽക്കുന്നത്. മാത്രമല്ല, ഇതൊക്കെ ഇവൻ്റെ പ്ലാനാണ് എന്ന് കൃഷ്ണമംഗലംകാർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ ബാലൻ്റെ പ്ലാനാണ്, ബാലൻ കാരണമാണ് സ്വന്തം മോനെ കൊണ്ട് അടുത്ത വീട്ടിലെ പെണ്ണിനെ പ്രേമിപ്പിച്ചിരിക്കുന്നു, വൃത്തികെട്ട ജന്മം എന്നൊക്കെ അച്യുതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക കേട്ടോ. ഓർക്കും തോറും മനസ്സ് വീണ്ടും കലുഷിതമായിട്ട് തന്നെ വരിക. ബാലൻ ഇങ്ങനെ അകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും പുറത്ത് ആ ഹോളിൽ തന്നെ ഒരു ചത്ത വീട് പോലെ പരസ്പരം ഒന്നും മിണ്ടാതെ ഉരിയാടാതെ എല്ലാവരും ഹോളിൽ തന്നെ ഉണ്ടാകും, ഇത്ര സഹിതം. എന്തായാലും മുറി തുറന്ന് നമ്മുടെ ബാലൻ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഗോമതി, ബാലേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചു. കൂടെ എല്ലാവരും വന്നുകൂട്ടെ. എങ്ങോട്ടാണ് പോകുന്നത് ബാലേട്ടാ? നല്ല മഴ വരാൻ പോവാണ്. ബാലേട്ടൻ ഇത് എങ്ങോട്ട് പോവാ? അപ്പോൾ ബാലൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ ബാലൻ ആ പെരുമഴയത്തോടെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക്കൊക്കെ ഇങ്ങനെ പ്ലേ ആവുകയാണ്. നല്ല രസമുണ്ട് ആ ഒരു മ്യൂസിക്കും ഈ ഒരു സീനും ഒക്കെ കാണാനായിട്ട്. രസമല്ല, നമുക്ക് സങ്കടം വരും. എന്തായാലും നമ്മുടെ ഗോമതിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറകെ ഓടാൻ നോക്കുന്നു. മക്കളൊക്കെ പിടിച്ചു നിർത്തുന്നു. കടയുടെ മുന്നിൽ പോയിരുന്നിട്ട് ബാലനിങ്ങനെ കരയുകയാണ്. ഇതേ സമയമുണ്ടല്ലോ, അലോക് ഭയങ്കര ദേഷ്യത്തിലാണ്. എന്തൊക്കെയോ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ ചെറിയമ്മ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ അലോകാണ് ഒരുപാട് സ്വപ്നം കണ്ടത് ആ കല്യാണത്തെക്കുറിച്ച്. ആതിരയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോകിന് ജീവനായിരുന്നു. അപ്പോൾ ഒരുപാട് സ്വപ്നം കണ്ടതൊക്കെ അല്ലേ, അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിരിക്കാം. ദേഷ്യം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ വന്നോളാം, നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോ. നീ ഇതെങ്ങോട്ടാ? ഞാൻ വരുന്നു എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ കഴിച്ചോ എന്നും പറഞ്ഞിട്ട് ഈ അലോക് അങ്ങ് പോവാം. ഇതേ സമയം നമ്മുടെ ആകാശും ആനന്ദും കൂടെ പുറത്ത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു? അങ്ങോട്ടൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല രണ്ടുപേർക്കും. രണ്ട് കുടുംബങ്ങളും ഇന്നു മുതൽ അടുപ്പത്തിലാവേണ്ടതായിരുന്നു. ഇതിപ്പം വീണ്ടും ശത്രുത കൂടുകയല്ലേ ചെയ്തത്. അപ്പോഴേക്കും അലോക്, ചേട്ടാ ആര്യോ, അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അലോക്, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് ആകാശ്. അവിടെ നിങ്ങളുടെ അതേ മാനസികാവസ്ഥ തന്നെയാണ് ഇവിടെ ഞങ്ങൾക്കും. നിൻ്റെ അനിയത്തി ഇപ്പം ഞങ്ങളുടെ അനിയൻ്റെ ഭാര്യയാണ്. നമുക്കത് അംഗീകരിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മിത്രയെ തട്ടിക്കൊണ്ടുപോയത് അംഗീകരിച്ച് കൊടുക്കാനോ, അവനെ കൊല്ലും ഞാൻ എന്നും പറഞ്ഞിട്ട് അലോക് കിടന്ന് ഒച്ച വെച്ച് ആ വീട്ടിലേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ്. പക്ഷേ നമ്മുടെ ആനന്ദും ആകാശും കൂടെ തടയുക. അപ്പോഴേക്കും ആര്യൻ ഇറങ്ങി വന്നപ്പോഴേക്കും ആര്യൻ്റെ നെഞ്ചത്തേക്ക് കയറി പിടിക്കാനുള്ള പരിപാടിയിലാണ് അലോക്. പക്ഷേ ആകാശവും ആനന്ദും തടയാണ്. അപ്പോൾ ആകാശേട്ടാ, അവനെ വിട്, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, തീർക്കണം. അതെ, നിന്നെ കത്തിച്ച് തീയും കൊളുത്തി പുകയും കണ്ടിട്ടേ പോവുള്ളൂ എന്ന് അലോക് പറഞ്ഞപ്പോൾ ലോകെ നടക്കണ കാര്യങ്ങൾ പറ.
എന്ന് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ആര്യ കയറി പോകത്ത്, അകത്തേക്ക് കയറിപ്പോ. അങ്ങനെ ആര്യനകത്തേക്ക് കയറി പോവാണ്. ഏട്ടൻ പറഞ്ഞതാണല്ലോ, ഇനി ഇവിടെ കിടന്ന് വെല്ലുവിളിക്കാനൊക്കെ ഇതാ നീയും പോടാ എന്നും പറഞ്ഞിട്ട് അലോകിനെയും പറഞ്ഞു വിട്ടു. ആര്യനും അലോകും അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ആനന്ദും ആകാശും കൂടി ഉള്ള മനസ്സമാധാനം കൂടെ പോയി. അച്ഛനും എവിടാന്നറിയാൻ പാടില്ല. അപ്പോൾ ആകാശ് പറഞ്ഞു, അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ മടങ്ങി വരും, നമ്മളെ വിട്ടധികം അച്ഛന് മാറി നിൽക്കാൻ പറ്റത്തില്ലെന്നേ. എൻ്റെ പൊന്നോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും അലോക് വന്ന കാര്യം അമ്മയോട് പറയൊന്നും വേണ്ട, അമ്മ വെറുതെ പേടിക്കും. അപ്പോൾ വേണ്ട, അമ്മയോട് പറയണം, അമ്മയെല്ലാം അറിഞ്ഞിരിക്കട്ടെ, ഒരു മുൻകരുതൽ വേണ്ടേ, ഇതുപോലെ ഇടയ്ക്കെപ്പോഴെങ്കിലും കയറി വന്നാലോ. ഇതേ സമയം ചെറിയമ്മ, അതായത് അലോകിൻ്റെ അമ്മ, ഈ ചെറിയമ്മ എന്ന് പറയുന്നത് മിത്രയുടെ ചെറിയമ്മ ആയതുകൊണ്ടാട്ടോ. അപ്പോൾ അലോകിൻ്റെ അമ്മ ബാക്കിയുള്ളവരോടും ആനന്ദവർമ്മയോടും അച്യുതവർമ്മയോടും അതുപോലെ മിത്രയുടെ അമ്മയോടൊക്കെ ചെന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ അലോക് പോയിട്ടുണ്ട്, എന്താണെന്നറിയത്തില്ല, നല്ല ദേഷ്യത്തിലാണ്, മിക്കവാറും അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാണെന്നാണ് തോന്നുന്നത്, അവിടെ ചെന്ന് ഇനി എന്തൊക്കെ ഒപ്പിക്കുമെന്ന് ആർക്കറിയാം. അപ്പോഴേക്കും അലോക് കയറി വന്നു കേട്ടോ. നീ ഇതെങ്ങോട്ടായിരുന്നോടാ പോയത് എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുക. അലോകെ, നീ എന്താ വല്ലാതിരിക്കുന്നത്, എന്താടാ, എന്തു പറ്റി നിനക്ക്? നീ ദേവമംഗലത്ത് പോയോ? ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, പകരം ചോദിച്ച് അല്ലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അപ്പോഴേക്കും ആനന്ദോർമ്മ പറഞ്ഞു, അലോകെ, കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങളുണ്ട്, എടുത്തു ചാടി നീയായിട്ട് ഒന്നിനും പോകേണ്ട യാതൊരുവിധ കാര്യമില്ല. അപ്പോഴേക്കും അച്യുതൻ ചോദിച്ചു, നിന്നെ ആരാടാ തല്ലേ, അത് പറ. അപ്പോൾ ആനന്ദോർമ്മ ചോദിച്ചു, അച്യുതാ, എൻ്റെ വാക്കിന് നീ വില തരില്ല എന്നാണോ പറയുന്നത്? അപ്പോൾ അച്യുതൻ പറഞ്ഞു, അങ്ങനെയല്ല ഏട്ടാ, അതല്ല ഏട്ടാ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്. അപ്പോഴേക്കും മിത്രയുടെ അമ്മ പറഞ്ഞു, മോനെ അലോകെ, ഇനി വഴക്കും ബഹളവും ഒന്നും വേണ്ടടാ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും അലോകിനോട് അത് തന്നെയാണ് പറയണത്, വല്യച്ഛനും അച്ഛനും കൂടെ എല്ലാം നോക്കിക്കോളും, നീ ആയിട്ട് ഇനി ഒരു കാര്യത്തിനും പോകേണ്ട കാര്യമേ ഇല്ല, എന്നാലും പകരം വീട്ടിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. ദേവമംഗലത്താണെങ്കിൽ ഗോമതി കരച്ചിലും പറച്ചിലും തന്നെ, എനിക്ക് എൻ്റെ ബാലേട്ടനെ കാണണം, എനിക്ക് ബാലേട്ടൻ്റെ അടുത്ത് പോകണം എന്നും പറഞ്ഞ് ആകാശ് പറഞ്ഞു, എൻ്റെ പൊന്നമ്മ എവിടെയാണെന്ന് പറഞ്ഞിട്ടാ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, സമാധാനമായിട്ട് എവിടെയെങ്കിലും കുറച്ച് സമയം ഇരിക്കാനായിരിക്കും അച്ഛൻ പോയത്, അച്ഛൻ പറഞ്ഞിട്ടല്ലേ പോയത്, അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ട് മിത്രയാകെ സങ്കടപ്പെടുകയല്ലേ. മിത്രയിരുന്ന് കരച്ചിലാട്ടോ. അമ്മ വിഷമിക്കല്ലേ അമ്മേ, ഞാൻ അച്ഛനെ എവിടെയെങ്കിലും അന്വേഷിച്ച് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വരാം. അപ്പോഴൊക്കെ ആനന്ദ് പറഞ്ഞു, ആകാശേ വേണ്ട, ഞാൻ പോയിട്ട് വരാം, അച്ഛൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ വരാം എന്നും പറഞ്ഞ് ആനന്ദാട്ടോ പോകുന്നത്. എന്തായാലും ഗോമതി മീനാക്ഷിയും തന്നെയായ അവസരത്തിൽ ഗോമതി പറയുക, ഇത്രയും വലിയ പ്രശ്നമൊന്നും ഞാൻ കരുതിയിരുന്നില്ല ഗുരുവായൂരിന് തീരുമാനം എടുക്കുമ്പോൾ. ഇവിടെ ദേ അലോക് വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കാൻ വന്നു, ബാലേട്ടനെ ഇറങ്ങിപ്പോയി. ഓഹോ, ഇതുകൊണ്ടൊക്കെ തീർന്നു എന്നാണോ? ഇനി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. നാളെ ചിലപ്പോൾ അമ്മയുടെ ഏട്ടന്മാരായിരിക്കും ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്, അവിടെ നമ്മുടെ അച്ഛനും കൂടുതൽ വഴക്കുണ്ടാക്കുകയും ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ നേരിട്ടേ നമുക്ക് പറ്റുള്ളൂ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മീനു, ബാലേട്ടൻ എവിടെ പോയതായിരിക്കും, എനിക്ക് ബാലേട്ടനെ കാണാൻ തോന്നുമോ മീനു? അച്ഛൻ രാമേട്ടൻ്റെ വീട്ടിലുണ്ടാവുന്നേ, പിന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ഒരിക്കലും കുറ്റം പറയാനൊന്നും പറ്റത്തില്ലല്ലോ, ഞാനിതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അപ്പോൾ ഗോമതി പറഞ്ഞു, ദേ ബാലേട്ടൻ്റെ മുഖത്ത് നോക്കാൻ പോലുമുള്ള ശക്തി എനിക്കില്ലായിരുന്നു, പാവം എത്ര സങ്കടപ്പെട്ടിട്ടുണ്ട്, നല്ല വിഷമമുണ്ട്. എനിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിച്ച ആളാണ്, എൻ്റെ കണ്ണ് നിറഞ്ഞ് കണ്ട ബാലേട്ടൻ തകർന്നു പോകും. പക്ഷേ ഇപ്പോൾ ബാലേട്ടൻ്റെ കണ്ണ് നിറയുക, ഞാൻ എൻ്റെ ബാലേട്ടനെ ചതിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അമ്മ എന്തൊരു കഷ്ടമായത്, അമ്മ അച്ഛനെ എങ്ങനെ ചതിച്ചു എന്നാ? ഇതൊക്കെ പെട്ടെന്നങ്ങ് സംഭവിച്ചു പോയതല്ലേ, ഇവിടുന്ന് ഗുരുവായൂർ പോയപ്പോഴേ എല്ലാം കരുതി കൂട്ടിയാൽ പോയതെങ്കിൽ ചതിച്ചു എന്ന് പറയാം. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, പിടിപെട്ട പോലെ പെട്ടെന്ന് സംഭവിച്ചതല്ലേ. താലികെട്ട് കഴിഞ്ഞിട്ടാ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവുന്നത് എന്താ സത്യത്തിൽ സംഭവിച്ചതെന്ന്. അമ്മേ, ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്ക് ഇത് നേരിടാനുള്ളത്. ഒന്നാമത് അമ്മയ്ക്ക് വീട്ടിലറിയാതെ കല്യാണമാണ് എന്ന് നമുക്ക് അങ്ങോട്ട് ഒത്തിരി എതിർക്കാനും പറ്റില്ല. വീട്ടിലറിയാതെ നടത്തിയ കല്യാണത്തിന് അമ്മയ്ക്ക് ദേഷ്യപ്പെടാനോ ഒന്നും പറ്റില്ല. അവർ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്നാണ് വെപ്പെങ്കിലും അവരുടെ ജീവിതം നന്നായിട്ടല്ല പോകുന്നത്. അങ്ങനെ വീട്ടുകാരുടെയും കല്യാണം കഴിച്ചവരുടെ ഇടയിൽ കിടന്ന് നമ്മൾ ഞെരുവിരി കൊള്ളേണ്ടി വരും. അതിനിടയ്ക്ക് അമ്മയും കൂടി ഇങ്ങനെ കരച്ചിൽ തുടങ്ങരുത്, അമ്മ ഒന്ന് നിയന്ത്രിക്കുക. എന്തായാലും നമ്മുടെ ആകാശ് വന്ന് നോക്കി നിന്നിട്ട് മനസ്സിലോർക്കുകയാണ്, അമ്മയും മീനാക്ഷിയും ഗുരുവായൂരിന്ന് വന്നത് മുതൽ എന്തൊക്കെയോ രഹസ്യം പറച്ചിലൊക്കെ ആണല്ലോ. അപ്പോഴേക്കും ആകാശ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴേക്കും മീനാക്ഷി എഴുന്നേറ്റ്
അച്ഛൻ പോയപ്പോൾ മുതൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ആര്യൻ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പിന്നെ അച്ഛൻ എങ്ങനെ പോകാതിരിക്കും? അപ്പോൾ ഗോമതി പറഞ്ഞു, ഓഹോ ഇപ്പം ആര്യനാണോ കുറ്റക്കാരൻ, അതോ നീ ഇവളെ വിളിച്ചുകൊണ്ട് വന്നതോ? അത് ഞാൻ. അപ്പം മീനു പറഞ്ഞു, എന്തോന്ന് അല്ല അത്. അമ്മ ചോദിച്ചത് ഉത്തരം പറ. മീനു നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞു മീനുവിനെ വിളിച്ചുകൊണ്ട് പോവാണേ. എൻ്റെ ഗുരുവായൂരപ്പ എല്ലാം നേരെയാക്കി തരണേ, ആര്യൻ്റെ കല്യാണം ഞാനാ നടത്തിയെന്ന് ആർക്കും ഒരു സംശയവും തോന്നല്ലേ എന്നൊക്കെയാണ് നമ്മുടെ ഗോമതിയുടെ പ്രാർത്ഥന. എന്തായാലും മീനൂർ മുറിയിലേക്ക് പോയിട്ട് എന്ത് ജോലിയൊക്കെ ചെയ്യുന്ന തിരക്ക് പോലെ കാണിക്കുക കേട്ടോ. അപ്പോൾ ആകാശ് ചോദിച്ചു, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? അല്ല, ഇവിടെ വന്നത് മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു, മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ, എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ. മറയ്ക്കാൻ ശ്രമിക്കുന്നോ? എന്ത്? ആകാശ് എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വേണ്ട ഒക്കെ മനസ്സിലായി. ആകാശിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്ന ആളല്ലേ ഞാൻ. അതല്ലേ ആകാശിന് എന്നെക്കുറിച്ചുള്ള ധാരണ? ശരി ആകാശ്, എനിക്ക് തൃപ്തി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനു അങ്ങോട്ട് പ്ലേറ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ടോ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല മീനു. എന്നാലും ആകാശ് എന്നെക്കുറിച്ച് ഈ രീതിയിൽ പറയുന്നത് ഞാൻ തീരെ പ്രതീക്ഷയില്ല. ഞാൻ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്ന ആളാണല്ലേ? ആയിക്കോട്ടെ, ഞാൻ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നു. മീനു വന്നിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കിയപ്പോൾ മീനു നീ ഗുരുവായൂരിന്ന് വന്നപ്പോൾ മുതൽ എന്തൊക്കെയോ ടെൻഷനുള്ള പോലെ തോന്നി. അത് ശരി, കുറേ ദിവസത്തെ ഭജനം, ഇത്രയും ദിവസത്തെ ഒരു ക്ഷീണം, യാത്ര, എന്നിട്ട് കുറച്ച് ക്ഷീണമുള്ളതാണോ പ്രശ്നം? മുഖത്ത് ടെൻഷനുള്ളതാണോ പ്രശ്നം? ഭാര്യമാർ ഈ ടെൻഷനൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ലേ? ക്ഷീണമൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ലേ? അല്ല ആര്യനും ഇത്രയും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ മുഖത്ത് ഞാൻ വലിയ ഞെട്ടലൊന്നും കണ്ടില്ല. സാധാരണ ഞെട്ടേണ്ടതാണല്ലോ, നീ ഞെട്ടിയില്ല. ഈശ്വരാ, ആകാശം ഞാൻ വിചാരിക്കുന്നതിന് അപ്പുറത്തെ ആളാണല്ലോ എന്ന് മീനു ഇങ്ങനെ ആലോചിക്കുക. മീനു, നീ എന്ത് ആലോചിക്കുന്നേ? അല്ല, ലോകത്ത് ഭാര്യ എന്ന ജന്മത്തിൻ്റെ ഗതികേടുകൾ ആലോചിച്ചതാ. അയ്യോ, ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവർ പല രീതിയിലും അഭിനയിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അല്ല, ആര്യനും ഇത്രയും വന്നിറങ്ങിയപ്പോൾ എന്ത് കണ്ടില്ല എന്ന് എൻ്റെ മുഖത്ത്? അല്ല, സാധാരണ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം മുന്നിൽ കാണുമ്പോൾ ഒന്ന് ഞെട്ടൂലോ. ഇതിപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒരു സംഭവമായിരുന്നു എന്നാണ് നിൻ്റെ പ്രതികരണം. ഓഹോ, കൊള്ളാം, ഞാനാകെ മരവിച്ച് നിൽക്കുന്നൊരവസ്ഥ. മരവിച്ച മുഖത്തെ എന്തെങ്കിലും ഒരു ഭാവം വരുമോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏതെങ്കിലും അഭിനയ ക്ലാസ്സിൽ ചേരാം. എന്നിട്ട് ഏതെങ്കിലും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ടേ വീട്ടിൽ ഓരോ സംഭവം നടക്കുമ്പോൾ അതിന് ഒത്ത് പ്രതികരിക്കാനുള്ള ഒരു ഇത് നേടാട്ടോ. ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ വിഷാദം, വൈകിട്ട് ആകാശ് കടയിൽ നിന്ന് വരുമ്പോൾ ദേ സന്തോഷം എന്നും പറഞ്ഞിട്ട് ഓരോന്ന് അഭിനയിക്കുക കേട്ടോ. അങ്ങനെ അഭിനയിക്കാൻ ഞാൻ. എൻ്റെ പൊന്ന് ആകാശെ, എൻ്റെ മുഖത്ത് ലെൻസ് വെച്ച് ആകാശ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഞാൻ അറിഞ്ഞില്ല. അയ്യോ, ശരി, ഞാൻ ചോദിച്ചൊക്കെ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ആ കേസ് അങ്ങോട്ട് വിടാം എൻ്റെ പൊന്നു. ശരി, എന്നെ ഇനി ഇതുപോലൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ചേക്കരുത്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ഇനി എന്തൊക്കെയാണ് മീന് നടക്കാൻ പോകുന്നത്? ആരും ചെയ്തതിനെക്കുറിച്ച് എന്താ അതിൻ്റെ ഇത്? പഠിത്തം പൂർത്തിയാക്കിയില്ല, ജോലി കിട്ടിയില്ല. അച്ഛൻ 2-3 ദിവസം മുമ്പ് അമ്മയെ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ, ആര്യൻ ആദ്യം ജോലി സമ്പാദിക്കണം, അത് കഴിഞ്ഞു മതി കല്യാണം എന്ന്. അമ്മയുടെ തീരുമാനം അവനനുസരിച്ചു, അത്രയല്ലേ ഉള്ളൂ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോഴേക്കും, എന്താ മീനു, അമ്മയുടെ തീരുമാനമോ? ആര്യൻ്റെ കല്യാണം അമ്മയുടെ തീരുമാനമായിരുന്നോ? മീനാക്ഷി ഞെട്ടി ഇങ്ങനെ നിൽക്കി, അറിയാണ്ട് വായി ഇനി ചാടിയും പോയി. എൻ്റെ പൊന്നോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സി യു അഗെയിൻ. താങ്ക് യു.